ഇക്കുറി തീർത്ഥാടന കാലത്ത് ശബരിമലയിലെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് ഒരുപക്ഷെ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന ശ്രീകോവിൽ കാണാൻ കഴിയുമോ എന്നറിയത്തില്ല. പഴയ ചെമ്പുപാളി തന്നെയായിരിക്കും കാണാൻ കഴിയുക. ചെമ്പുപാളി നീക്കി സ്വർണം പൊതിഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം ഇതിൽ നിന്നെല്ലാം സ്വർണം കൊണ്ടുപോയി കഴിഞ്ഞു എന്നുള്ളതാണ്. കൂട്ടത്തോടെ ഇതൊരു പകൽക്കൊള്ളയായിരുന്നു എന്നാണ് കൃത്യമായി അറിയാവുന്നത്. ഒരു വർഷത്തിൽ വളരെ കുറച്ച് നാളുകൾ മാത്രം തുറക്കുന്ന ഒരു കാനന ക്ഷേത്രമാണ് ശബരിമല. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. അതുകൊണ്ട് തന്നെ ആചാര അനുഷ്ഠാനങ്ങളും മറ്റ് സമയങ്ങളിൽ തീർത്ഥാടകർക്കോ മറ്റും തന്നെ അവിടെ പ്രവേശനം ഇല്ല. പക്ഷേ സർക്കാർ വകുപ്പിലുള്ളവർക്കും ദേവസ്വം ബോർഡിനും അവിടെ പ്രവേശിക്കാം. കാരണം എപ്പോഴും അവിടെ പലതരത്തിലുള്ള പണികളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സന്നിധാനത്തും മാളികപ്പുറത്തും മേൽശാന്തിമാരുമുണ്ട്. ഇവരുടെ സഹായികളായിട്ട് മറ്റ് ശാന്തിക്കാരും പരികർമ്മികളുമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള നമ്പർ 1 തട്ടിപ്പ് സംഘംകാരനും അതിനിടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടാകാം. കാരണം ദേവസ്വം ബോർഡിലെ പലരുടെയും ഒത്താശയിൽ കയറി വരും. അപ്പോൾ നിരവധി കാര്യങ്ങളിനകത്ത് സംശയം ബാക്കി നിൽക്കുകയാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് മണ്ഡലപൂജ വേളയിൽ ശബരിമലയിൽ ചാർത്തുന്ന തങ്കയങ്കി അത് തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ചതാണ്. തിരുവിതാംകൂറിന്റെ അവസാനത്തെ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്. അത് 450 പവൻ തൂക്കമാണുള്ളത്. 1973 നടക്കി വെച്ചത്. ശബരിമലയിൽ നടക്കി വെച്ചതാണെങ്കിലും അത് സൂക്ഷിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ സ്ട്രോങ് റൂമിലാണ്. 450 പവൻ വരുന്നതാണ്. ഓരോ തീർത്ഥാടന കാലത്തിലും മണ്ഡലപൂജയുടെ പരിസമാപ്തിയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തങ്കയങ്കി ചാർത്തും. അപ്പോൾ മണ്ഡലപൂജയുടെ ഒരു 4 ദിവസം മുൻപ് തന്നെ ആറന്മുള പാർത്ഥസാരഥിയുടെ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തെടുത്ത് അത് പ്രത്യേക പേടകത്തിലാണ്. ആ പേടകം ഒരു ജീപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ആ പേടകം തുറന്നു വെച്ച് ആ അലങ്കാരങ്ങളും മറ്റുമൊക്കെ അണിയിച്ച് ഭക്തലക്ഷങ്ങളുടെ ശരണം വിളിയുടെ അകമ്പടിയോടുകൂടി ആറന്മുളയിൽ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ ഭക്തജനങ്ങള് വേണ്ട തരത്തിലുള്ള വരവേൽപ്പൊക്കെ നൽകും. അകമ്പടിയായി നിലയ്ക്കാത്ത ശരണം വിളിയുമുണ്ട്. അയ്യപ്പ വിഗ്രഹത്തിന്റെ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കവടിയാർ കൊട്ടാരവും ശബരിമലയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മകരസംക്രമ പൂജയിൽ പോലും കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിടുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് ഉപയോഗിച്ചാണ് അഭിഷേകം നടത്തുക മകരസംക്രമ ദിവസം. അതുപോലെ തന്നെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ ജന്മദിനമായ തുലാമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിലെ ശബരിമല നട തുറക്കും. ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം. ചിത്തിര ആട്ടത്തിരുനാൾ എന്നാണ് അതിനെ പറയുക. അങ്ങനെ വലിയ ബന്ധമുള്ള പന്തളം കൊട്ടാരവുമായിട്ടും കവടിയാറിന് വലിയ ബന്ധമുണ്ട്. ഒരു കാലത്ത് കവടിയാർ കൊട്ടാരമാണ് പന്തളം കൊട്ടാരത്തെ എല്ലാ തരത്തിലും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മണ്ഡലപൂജയിലാണ്. മകരവിളക്ക് സമയത്താണെന്നുണ്ടെങ്കിൽ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്ന ആഭരണം പന്തളത്ത് നിന്നാണ് കൊടുത്തുവിടുക. അത് പന്തളം കൊട്ടാരത്തിൻ്റെതാണ്. പന്തളം കൊട്ടാരത്തിന്റെ അത് അവിടുത്തെ പ്രധാന രാജപ്രതിനിധി കൂടി ആ തിരുവാഭരണത്തെ അകമ്പടി സേവിക്കും. വളർത്തച്ഛന്റെ സ്ഥാനമാണ്. വളർത്തച്ഛൻ മകനെ സർവാഭരണ വിഭൂഷിതനായി കാണുന്നതിന് വേണ്ടി
യോദ്ധാവായി കാണുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടതാണ്. അത് കാൽനടയായിട്ടാണ് 3 പേടകങ്ങളിലാക്കി ആയിട്ട് 83 കിലോമീറ്റർ 13 വില്ലേജുകളിലൂടെ സഞ്ചരിച്ചാണ് സന്നിധാനത്തെത്തുക. പന്തളത്ത് നിന്ന് തിരിച്ചാൽ 10ാം ദിവസമാണ് തിരികെ പന്തളത്ത് എത്തുക. പന്തളത്ത് സ്ട്രോങ് റൂമിലുമാണ് അത് സൂക്ഷിക്കുക. അതിനകത്ത് ദേവസ്വത്തിന് പങ്കില്ല. ഇവിടെ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് നടക്കി വെച്ച ഈ തങ്കയങ്കിക്ക് ദേവസ്വത്തിന്റെ കൈവശമാണ് ഇരിക്കുന്നത്. ഈ മണ്ഡലപൂജയിൽ ചാർത്തിയതിന് ശേഷം പിന്നീട് ഈ അയ്യപ്പ വിഗ്രഹം ആ പേടകത്തിലേക്ക് മാറ്റി അവിടെ നിന്ന് പേടകം ശിരസിൽ പമ്പ വരെ എത്തിച്ച് പമ്പയിൽ നിന്ന് ദേവസ്വത്തിന്റെ പ്രത്യേക വാഹനത്തിൽ അങ്ങ് ആറന്മുളയിൽ എത്തിക്കുകയും ചെയ്യും. ഇതാണ് രീതി. പക്ഷേ ശബരിമല അടിമുടി സ്വർണം മുഴുവൻ കൊള്ള നടത്തിയിരിക്കുന്ന ഇവർ തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വച്ച ഈ തങ്കയങ്കിയും എടുത്തു മാറ്റിയിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ഇതിന് പകരമായി ചെമ്പിലെങ്ങാനും തീർത്തിട്ടുള്ള ഒന്നെടുത്ത് വെച്ചിട്ടുണ്ടോ? ഭക്തജനങ്ങൾ ആരും പോയി തൊട്ടു നോക്കുന്നില്ലല്ലോ. അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. കാഴ്ചയിൽ വെട്ടിത്തിളങ്ങുകയാണ്. തങ്കമാണ്. പന്തളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ആഭരണവും തനി തങ്കമാണ്. അതിന്റെ തൂക്കം ഇന്നേവരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല. രാജാവ് കൊടുത്തതിന് തങ്കയങ്കിക്ക് 450 പവനാണുള്ളത്. അപ്പൊ ഇത് കാഴ്ചയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കള്ളന്മാരെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള കള്ളന്മാർ മറ്റുള്ള ഉന്നതന്മാർക്ക് വേണ്ടി പലതരത്തിലുള്ള ഒത്താശയും ഒക്കെ ചെയ്തു കൊടുത്ത് ഈ വിഗ്രഹം പോലും മാറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ശബരിമലയിൽ നിന്ന് കേൾക്കുന്ന ഒരു വലിയ ഞെട്ടിക്കുന്ന വാർത്തയായിരിക്കും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ശബരിമലയിൽ എപ്പോഴും ഇവർക്ക് പഴുതുകൾ കൂടുതലാണ്. ഏറ്റവും കൂടുതലായിട്ട് നടന്നിട്ടുള്ളത് ഈ പ്രളയം കോവിഡിനുമൊക്കെ ശേഷമാണ്. അതിനുശേഷം സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കൊരൽപ്പം കുറഞ്ഞു. കോവിഡ് കാലത്ത് പലതരത്തിലുള്ള നിയന്ത്രണം, പ്രളയകാലത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക ക്ഷീണവും കോവിഡിന്റെ സാമ്പത്തിക ക്ഷീണവും ഒക്കെ കൊണ്ട് പലരുടെയും യാത്ര പോലും മുടക്കം സംഭവിച്ചു. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ വരവ് തന്നെ പൂർണ്ണമായും നിലച്ചു. കോവിഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നിതൊരു സാധാരണ ഗതിയിലേക്ക് മാറി തുടങ്ങിയത്. കോവിഡിന്റെ ആ ഒരു വർഷം എന്ന് പറയുന്നത് ആരും ഇല്ലാതിരുന്ന ഒരു തീർത്ഥാടന കാലം എന്ന് വേണമെങ്കിൽ പറയാം. ഒഴിഞ്ഞുകിടന്ന ഒരു തീർത്ഥാടന കാലം. അവിടെ പതിവ് പൂജകൾക്കോ തീർത്ഥാടന കാലം നടത്തേണ്ട പ്രത്യേക വഴിപാടുകൾക്കോ ഒന്നും തന്നെ ഒരു കുറവുമില്ലായിരുന്നു. അതെല്ലാം കൃത്യമായി നടന്നു. പക്ഷെ തീർത്ഥാടകരുടെ വരവ് നിലച്ചു എന്നുള്ളതാണ്. ഇവർക്ക് ഈ അവസരങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സാഹചര്യം അനുകൂലമായി തീർന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് എന്തും കടത്താൻ, കാരണം ഭക്തജനപ്രവാഹമില്ല. ആരുടെയെങ്കിലും കണ്ണിൽ ചില കാര്യങ്ങൾ പെട്ടുകഴിഞ്ഞാൽ അതൊക്കെ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലൊരു കാരണം കാനന ക്ഷേത്രമാണ്. തീർത്ഥാടന കാലം കഴിഞ്ഞാൽ പോലും അവിടെ ഉണ്ടാകുന്നത് മേൽശാന്തിമാരും നേരത്തെ പറഞ്ഞതുപോലെ പരികർമ്മികളും സഹായികളായിട്ടും ഒക്കെയുണ്ട്. പിന്നെ സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും അവിടെ പ്രവർത്തിക്കും. KSEB, വാട്ടർ അതോറിറ്റി, BSNL, അതൊക്കെ 1-2 സ്റ്റാഫുകൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ വളരെ വിജനമായിട്ട് നിൽക്കുകയായിരിക്കും. ഇതേ സംവിധാനം തന്നെ പമ്പയിലും ഉണ്ടാകും. പമ്പയിലും ഇതെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ പ്രവർത്തിക്കും. പമ്പയിൽ പോലീസ് സ്റ്റേഷനും ഉണ്ട്, പമ്പയിൽ പോസ്റ്റ് ഓഫീസും ഉണ്ട്. ഇതെല്ലാം സ്ഥിരമുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സന്നിധാനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ആൾക്കാർക്ക് പോകാം. കാരണം അവിടെ എപ്പോഴും മരാമത്ത് പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട്. അപ്പൊ ഇതൊക്കെ അവർക്ക് കൂടുതൽ ഈ ഇത്തരത്തിലുള്ള കൊള്ള നടത്താനുള്ള സാഹചര്യം ഒത്തുവരുന്നു എന്നുള്ളതാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനും മറ്റുമൊക്കെ സാധിക്കും. ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളികളും മറ്റുമൊക്കെ കൊണ്ടുവരാൻ പോലും വനം വകുപ്പിന്റെ
ഈ ജീപ്പ് ആംബുലൻസ് പോലും ഒരുപക്ഷെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ പലതരത്തിലുള്ള സന്നാഹങ്ങളും അധികാരത്തിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും എന്നാണ്. ഇപ്പൊ പത്മകുമാർ അവിടെ പിടിയിൽപ്പെട്ട് നിൽക്കുകയാണ്. പത്മകുമാർ ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നല്ലോ. പത്മകുമാറിന് ശബരിമലയുമായിട്ട് വലിയ ബന്ധമാണുള്ളതെന്നാണ് പറയുന്നത്. കാരണം ആ പത്മകുമാറിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് കോനകത്ത് ജാനകിയമ്മ. കോനകത്ത് ജാനകിയമ്മയാണ് ഹരിവരാസനം എഴുതിയതെന്നും പറയുന്നുണ്ട്. ഹരിവരാസനം എഴുതിയതിൽ തർക്കം നിൽക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ആവട്ടെ, പക്ഷെ അതിന്റെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഏതെല്ലാം തരത്തിൽ നീങ്ങണമെന്നുള്ളതും കൃത്യമായി അറിയാവുന്ന ആൾ കൂടിയാണ് ഈ പത്മകുമാർ. അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള കൊട്ടാരം കൊടുത്തിട്ടുള്ള ഈ തങ്കയങ്കി യഥാർത്ഥത്തിൽ തൂക്കി തന്നെ നോക്കണം. അത് ഒറിജിനൽ തന്നെയാണോ ഇപ്പോൾ ഇരിക്കുന്നതെന്നും അറിയേണ്ടിയിരിക്കുന്നു. ഇത് മുഴുവൻ ഭക്തജനങ്ങളുടെയും ആഗ്രഹമാണ്.